ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ഹിന്ദു ഫാഷിസത്തിൻ്റെ ഒന്നാം നമ്പർ ശത്രുക്കളായിരിക്കുമ്പോൾ പോലും ക്രിസ്ത്യാനിറ്റിയും ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളും ഇവിടുത്തെ ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുകയോ അതിന് വശംബദ്ധരായി പോവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ആ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടാത്ത ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ്. അതിനോട് ഒരു യുക്തിവാദി എന്ന നിലയിൽ വിമർശനങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്കതിൻ്റെ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് നാളിതുവരെ അത് ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ട് തന്നെ വളരെ ഈസിയായി ഒരു ഹിന്ദു പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തൊരു ശത്രുവിനെ ഉണ്ടാക്കാൻ മുസ്ലിമിനെ ആ ശത്രുവായി പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത്തരം ശത്രുവിനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഹിന്ദു യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു വൺ എന്ന് പറയുന്ന ഒരു സംഗതി സാധ്യമാകുന്നത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സാമാന്യ സമൂഹം ഇവിടുത്തെ അവർണരെ അടക്കമുള്ള ആൾക്കാരെ കൊന്നു കീഴ്പ്പെടുത്തിയോ അവരുടേതായ ഒരു സാമ്രാജ്യ ലോകം കെട്ടിപ്പടുക്കുന്നു എന്നൊരു പ്രയോഗത്തിലില്ലാത്തതായ ഒരു ഭയം അല്ലെങ്കിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വംശീയത പ്രവർത്തനം നടപ്പാക്കിക്കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞാനടക്കമുള്ള അവർണപക്ഷ രാഷ്ട്രീയം പിറന്ന അവർണരുടെ നാളത്തെ തലമുറയും ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ വംശീയ പദ്ധതിയെ ഇവിടുന്ന് തൂത്തെറിഞ്ഞേ പറ്റൂ.